നോളോളിച്ച് സീനാക്കി ഗൈസ്. അപ്പോൾ ഓളെയും കൂട്ടി നമ്മൾ പോവാണ് പറഞ്ഞപ്പോൾ പാട്ടി നമ്മൾ നോളോളിച്ച് സീനാക്കില്ലേ. നമ്മൾ ഓളെ കൂട്ടി ബീച്ചിൽ പോന്നു. ഇനി നമ്മൾ നേരെ ബീച്ചിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇഷ്ടമായോ? സന്തോഷമായില്ലേ? ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒട്ടകം ഉണ്ട്. ഓക്കെ ബാ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിലാണ് കേട്ടോ. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അതുപോലെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ ഒട്ടകം, കുറേ ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ഇറങ്ങാൻ പോവാണ്. ഫാത്തിയൊക്കെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങോട്ട് വന്ന് പറയ്. അപ്പോൾ ഗായ്സ് അവിടെ എത്തിയതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഇറങ്ങാൻ തോന്നി. അപ്പം നമ്മൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അത്ര വേവ്സ് ഇല്ലായിരുന്നു അവിടെ. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് കുറച്ച് ദൂരത്തേക്ക് പോകാനൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുത്തെ പ്രധാനം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ ഇറങ്ങും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, അപ്പം നമുക്ക് ഇവിടെ നല്ല സൺസെറ്റും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ് ഇവിടെ. അപ്പം ഇപ്പോൾ ഞങ്ങളിപ്പോൾ എക്സൈറ്റഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ അത്ര വേവ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുക. ഫാത്തിക്ക് നന്നായിട്ട് തണുത്തിട്ടോ. അപ്പോൾ അവൾ കയറി. പിന്നെ അവൾക്ക് ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ടോയ്സ് വാങ്ങിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ടോയ്സ് നമ്മൾ കോഴിക്കോട് പോലെ തന്നെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ബീച്ചിൽ നിന്ന് കയറിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ഐശ്വര്യതയും കാടമുട്ട എന്താ പറയുക അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു. പിന്നെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി നാട്ടിലേക്ക് പോകട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് കളിക്കാനുള്ള കിഡ്സിൻ്റെ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ വേഗം ചായ ഒക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ് ഗൈസ് കണ്ണൂരിനോട്. അപ്പോൾ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇനി നമ്മൾ കണ്ണൂരിന് ബൈ ബൈ പറയാണ്. അങ്ങോട്ട് നോക്ക്. ഹലോ ബൈ ബൈ. അപ്പോൾ
ഗായ്സ് ഇനിയിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടും അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഫാത്തിയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കരയുന്നുണ്ട്, അവൾക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ അവൾ ഞങ്ങൾ കുറേയൊക്കെ സമാധാനിപ്പിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പോവുകയാണ്, അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ബൈ 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 പോവാട്ടോ. ഈ ഫോട്ടോ ഒക്കെ നമുക്ക് അവിടെ ബൈ ബൈ കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് അങ്ങനെ നമ്മൾ പോവുകയാണ്. ടിക്കറ്റ് ഏതാണെന്ന് അറിയില്ല. കണ്ണൂരിലെ സുനിതാ ഫർണിച്ചറുള്ളപ്പോ എന്തിനാ സംശയം? ഏറ്റവും മികച്ച ഫർണിച്ചർ മറ്റെവിടെ കിട്ടാത്ത ഓഫറിന് സുനിതയിൽ നിന്ന് കിട്ടും. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം അല്ലേ അത്. സൗത്തിങ്ങില് എവിടെ ഫ്രീ ഹോം ഡെലിവറി. കട്ട് ചെയ്യാനല്ല. ഇപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് പോവാണ്, നമ്മളെ സ്വന്തം നാട്ടിലേക്ക് പോവാണ്. എല്ലാവരോടും പോയി പോവാണിപ്പോൾ നമ്മൾ ട്രെയിന് അകത്തേക്കാണ്. ഇപ്പോൾ ടൈം 7:45 ട്രെയിന്. 7:42 കഴിഞ്ഞ് വരുന്ന ട്രെയിൻ ഞങ്ങൾക്ക് കേൾക്കാനും. നമ്മളൊരു ദിവസമായി ട്രെയിനിലെത്തിച്ചിട്ടാണ്. ട്രെയിൻ ഇപ്പോൾ വരും. ഒരു പാമ്പ് പോകുന്നുണ്ട് കേട്ടോ. കിങ് കോബ്ര പോകുന്നുണ്ട്. കിങ് കോബ്ര. അപ്പോൾ ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ട്രെയിന് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കത് പോയിട്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയ വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ബൈ.